അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഹംഗർ ടേൽസ്. ഇന്നത്തെ റെസിപ്പി ഒരു ഡെസേർട്ട് ആയിട്ടാണ്. അറബിക് സ്വീറ്റ് കുനാഫ എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് ഇനി ഈ റെസിപ്പിയിലേക്ക് പോകാം. കീപ് വാച്ചിങ്. അതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കിയിട്ട് ആ ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ഞെക്കിയാൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഞാൻ ഇവിടെ തിൻ വെർമിസെല്ലിയാണ് എടുത്തിരിക്കുന്നത്. നേരിയ വെർമിസെല്ലി നമ്മൾ പായസത്തിനൊക്കെ എടുക്കുമ്പോൾ കുറച്ചുകൂടി കട്ടിയുള്ള വെർമിസെല്ലി എടുക്കും, ഇതും എടുക്കും. അപ്പോൾ തിന്നായിട്ടുള്ള വെർമിസെല്ലി ആയിരിക്കണം കുനാഫ ഉണ്ടാക്കാൻ വേണ്ടത്. ഇതിലേക്ക് ഇനി മെൽറ്റഡ് ബട്ടർ ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കുക. ഭയങ്കരമായിട്ട് പൊടിക്കണ്ട, ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കാം. വെർമിസെല്ലിയിൽ ഇപ്പോൾ നല്ലപോലെ ബട്ടർ എല്ലായിടത്തും ആയിട്ടുണ്ട്. ഇത് നമുക്കിനി മാറ്റി വയ്ക്കാം. ഇനി ക്രീമിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറാണ്, പാൽപ്പൊടി. പിന്നെ വേണ്ടത് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഷുഗർ നിങ്ങൾക്ക് ആവശ്യമനുസരിച്ച് ഇടാം. പിന്നെ 1 കപ്പ് പാലും. ഞാൻ ഇവിടെ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുന്നതുകൊണ്ട് ഷുഗർ ഒരു 2 ടേബിൾ സ്പൂണേ ഇട്ടിട്ടുള്ളൂ. മിൽക്ക് മെയ്ഡ് ഒരു 1/2 കപ്പ് മിൽക്ക് മെയ്ഡും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ട ഇട്ടാണ്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിനെ നമുക്ക് ഇനി ഒരു പാനിൽ വെച്ചിട്ട് ഇത് നമ്മൾ കുറുക്കിയെടുക്കും, ഒരു ക്രീമി കൺസിസ്റ്റൻസി ആവണ വരെ. അപ്പോൾ നമ്മൾ ഇത് ഇളക്കി തന്നെ നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കാം. ഇപ്പം നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി കറക്റ്റാണ്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് ചൂടാറാൻ വെക്കാം. ആ ടൈം കൊണ്ട് നമുക്ക് ക്രീം ചീസ് എങ്ങനെ ഉണ്ടാക്കേണ്ടത് നോക്കാം. ക്രീം ചീസ് ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ക്രീം ചീസ് ഉണ്ടാക്കാനായിട്ട് ഒരു 500 ml പാൽ ഒഴിച്ചു കൊടുക്കുക. ഇത് നല്ലതായിട്ട് തിളച്ച് വരുന്ന ആ ടൈമിൽ ഒരു 2 to 3 ടേബിൾ സ്പൂൺ വിനീഗർ അല്ലെങ്കിൽ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് കാണാം ഇതുപോലെ നല്ല സെപ്പറേറ്റ് ആയിട്ട് പാലിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരും, ഫാറ്റ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരും. ഇങ്ങനെ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് വരുന്ന ടൈമിൽ ഇത്രയും മതി. നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് ഇതിനെ ഒന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അതിൻ്റെ പുളിപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ട് കഴുകിയിട്ട് അതിൻ്റെ വെള്ളം ഫുൾ കളഞ്ഞിട്ട് പിന്നെ ഒരു മിക്സിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. മിക്സിയിലേക്ക് ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് വേണം അടിച്ചെടുക്കാൻ. ഇപ്പോൾ നമ്മുടെ ക്രീം ചീസ് റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ക്രീമി ആയിട്ടാണ് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ പാലും കൂടി ആഡ് ചെയ്ത് ഒന്നുകൂടി അടിച്ചെടുത്താൽ മതി. നമുക്ക് ഈ ഒരു പരുവം മതി. ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ക്രീമും കൂടി ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ ഫില്ലിംഗ് റെഡിയായി. ഇതുപോലെ ഇരിക്കും. ഇനി ഞാനിവിടെ കുനാഫ പാനിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അവനിലും ഉണ്ടാക്കും, പാനിലും ഉണ്ടാക്കും. ഞാനിപ്പോൾ പാനിൽ ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു പാൻ എടുത്തിട്ട് അതിൽ ഫുൾ ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ച വെർമിസെല്ലിയും ബട്ടറും ആ മിക്സ്ചർ ഇതുപോലെ ബേസിൽ ഫുൾ ഗ്യാപ്പ് ഇല്ലാണ്ട് ഫുൾ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ക്രീം ഫുള്ളും ഇതിന് മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഫില്ലിങ്ങിൻ്റെ മുകളിൽ നമുക്ക് ബാക്കി വെർമിസെല്ലി കൊണ്ട് നമുക്ക് ഫുൾ കവർ ചെയ്തെടുക്കാം. ഇതുപോലെ ഗ്യാപ്പില്ലാണ്ട് ഫുൾ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു 5 minutes തന്നെ കുക്ക് ചെയ്യാൻ വെക്കാം. ആ ടൈം കൊണ്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് ഒരു ഗ്ലാസ് വെള്ളവും
ഒരു 4 to 5 ഗ്രാമ്പൂവും പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും ഒരു ഹാഫ് കപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഹണിയാണ്. ഹണി ഇട്ടാൽ നല്ല ടേസ്റ്റാണ് ഷുഗർ സിറപ്പിന്. വേറൊരു ടേസ്റ്റാണ്. ഹണി ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. പിന്നെ അത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും ഒരു ഫുൾ ലെമൺ ജ്യൂസും കൂടി പിഴിഞ്ഞൊഴിക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. അടിവശം ആയിട്ടുണ്ട്. ഇത് നമുക്കിനി മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിടാൻ ഞാൻ വേറൊരു പാൻ വെച്ചിട്ട് അപ്സൈഡ് ചെയ്തിട്ടാണ് മറിച്ചിടുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും. എന്നിട്ട് താഴത്തെ സൈഡും ഇതുപോലെ തന്നെ ഒരു 5 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കുനാഫ ഇവിടെ റെഡിയായി. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ലാസ്റ്റ് നമുക്ക് ഇതിൻ്റെ ടോപ്പിൽ കുറച്ച് പൊടിച്ച് വെച്ച പിസ്താഷ്യൂസ് വെച്ചിട്ട് ഗാർണിഷ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കുനാഫ റെഡിയായി. പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല ക്രീമി ടെക്സ്ചറായിട്ടുള്ളൊരു സ്വീറ്റാണ്. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് വേണം സെർവ് ചെയ്യാനായിട്ട്. ഇതെങ്ങനെയുണ്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഷുഗർ സിറപ്പ് ഒഴിക്കുമ്പോൾ ഒന്ന് സോഫ്റ്റായി കിട്ടും. ഇത് നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ മത്ത് പിടിക്കാത്ത ഒരു സ്വീറ്റാണ്. അപ്പോൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക. ബൈ.